അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടോ? ഉണ്ടോ? വീടും ഒക്കെ അങ്ങനെ എത്തിയിട്ടുണ്ടോ? വീടും അന്തരീക്ഷമൊക്കെ വന്നിട്ടുണ്ടോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കള്ളുകുടി ചെറിയ വിഷയമല്ല. ലഹരി നുണയുക ചെറിയ വിഷയമല്ല. കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് നാദാപുരത്തിനടുത്ത് ഒരു പ്രദേശത്ത് വാതിന് വേണ്ടി പോയി. അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞൊരു സംഭവം, സുബ്ഹാനല്ലാഹ്. തൊട്ടടുത്ത പ്രദേശത്ത് ഒരു സഹോദരൻ ഈ കഴിഞ്ഞ വർഷം പത്താം ക്ലാസ് എഴുതി ഇപ്പോൾ നല്ല വിജയം കൊയ്യേണ്ട ഒരു പാവപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ടു പോയി. എങ്ങനെയാണ് മരണപ്പെട്ടത്? നമുക്കറിയാം, ഒരു 3 മാസം മുമ്പ് കോഴിക്കോട് കേന്ദ്രമായിട്ട് ഒരു സ്റ്റാമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാമ്പ് LSGO എന്നാണ് അതിന് പറയാ അല്ലേ? ആ സ്റ്റാമ്പ് നാവിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വെച്ചാൽ അടുത്ത ആഴ്ച വരെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും. ലഹരി ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. സ്റ്റാമ്പ് മതി, അല്ലാതെ ഇങ്ങനെ നമ്മൾ വലിച്ചു വിടുകയൊന്നും വേണ്ട. എന്ത് ചെയ്താൽ ഇത് നാക്കിനടിയിലോട്ട് വെച്ചിട്ട് ഇരുന്നാൽ മതി. എൽമിൻ്റെ ശ്വാസത്തിലൊക്കെ ഇരുന്നാൽ നല്ല റാഹത്ത് ഉള്ളതല്ലോ, സുഖമായിട്ടിരിക്കാം. ഇത് ഒരാഴ്ച നിൽക്കും എഫക്റ്റ്. അങ്ങനത്തെ സാധനമാണ്. ആവശ്യത്തിന് വേണേൽ മാറ്റാം, ഇടയ്ക്ക് മാറ്റി വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും എഫക്റ്റ്. ഒരാഴ്ച വരെ നിൽക്കും അതിൻ്റെ. നമ്മൾ ബബിൾക്കൊക്കെ വായിലിങ്ങനെ ചവയ്ക്കാതെ വെറുതെ ഇങ്ങനെ തേടി വെച്ചാൽ അല്ലേ, ചിലർ വലിയ വരും നേക്കും. ഈ ബബിൾക്കിൻ്റെ അവരെ വെച്ചിട്ട് റാഹത്തല്ലോ ഇസ്ലാമി അരി കിട്ടും എന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, വളരെ റാഹത്ത്. ഗൾഫിൽ നിന്ന് വരുന്ന സാധനമായിരിക്കും, അത് വാങ്ങിച്ചിട്ട് പള്ളിയിലിട്ടുകൊണ്ട് വരും എന്ന് പറഞ്ഞവർ ഇത് നാക്കിനടി ഇങ്ങനെ വെച്ചിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞു, അടുത്ത ആഴ്ച ചെറുക്കന് നല്ല എഫക്റ്റ്, റാഹത്ത്, കൊള്ളാമല്ലോ പരിപാടി. ഒന്നുകൂടി അവൻ എന്ത് ചെയ്ത് 2 എടുത്തു വെച്ച്, അന്ന് അപ്പുറത്തും ഇപ്പുറത്തും ആൾ മയ്യത്തായി പോയി. അല്ലാഹു പൊന്നുമോന് പുറത്തു കൊടുക്കട്ടെ. 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം പയ്യൻ്റെ സഹോദരൻ്റെ കാര്യമാണ് പറഞ്ഞത്, കോഴിക്കോട് ജില്ലയിൽ. നമ്മൾ ചിന്തിക്കണം, കൊച്ചു കുട്ടികളൊക്കെയാണ് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ നമ്മളിത് കളിതമാശയായിട്ട് എടുക്കരുത്. നമ്മളവർക്ക് നമ്മുടെ മകനതില്ല, എൻ്റെ മോക്കതില്ല, അങ്ങനെയൊന്നും അല്ല. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്ന് കള്ളുകുടിയും ലഹരി നുണയലും കൂടി വന്നിരിക്കുക. കള്ളുകുടിക്കൊന്നും വേണ്ട, ചെറിയ ഇത്തരത്തിലുള്ളതാകുന്ന സംഭവങ്ങൾ കിട്ടുക, നാക്കിനടി വെച്ചിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക.